സംസ്ഥാനത്തെ റോഡ് വികസനത്തിൽ നിർണായക നാഴികക്കല്ലായ കഴക്കൂട്ടം ടെക്നോ പാർക്ക് മുതൽ കോവളം വഴി വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പദ്ധതിയാണ് കഴക്കൂട്ടം മുക്കോല ബൈപ്പാസ്. എന്നാൽ ഈ പദ്ധതി ഇപ്പോൾ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങൾക്കായി വഴിതിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം നടക്കുന്നതായി ആക്ഷേപം. പദ്ധതി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ അനന്തപുരി ഹോസ്പിറ്റലിന്റെയും നിർമ്മാണം പുരോഗമിക്കുന്ന മലബാർ ഗോൾഡിന്റെ മാൾ ഓഫ് ട്രാവൻകൂറിനും വേണ്ടിയാണ് പദ്ധതി വഴിതിരിച്ചുവിടാൻ നീക്കം നടക്കുന്നത്. 2015 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ബൈപ്പാസിന്റെ കഴക്കൂട്ടം മുതൽ ചാക്ക ജംഗ്ഷൻ വരെയുള്ള പ്രദേശം 4 വരിയാക്കി പണി പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ചാക്ക ജംഗ്ഷന് സമീപം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനത്തിനായി നിർമ്മിച്ച താൽക്കാലിക റാമ്പ് ബൈപ്പാസ് നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റാതെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് നീക്കം നടക്കുന്നത്. പദ്ധതി പ്രദേശത്തിൽ വിമാനത്താവളത്തിന്റെ റാമ്പ് ഒഴികെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിലനിന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോട് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ സ്ഥലം എം പിയായ ശശി തരൂരിനും വിയോജിപ്പുണ്ട്. ബൈപ്പാസ് നിർമ്മാണം എന്നത് ജനങ്ങളുടെ ആവശ്യമാണെന്നും പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ലാത്ത റാമ്പ് നിലനിർത്തിയുള്ള നിർമ്മാണത്തിനാണ് സർക്കാർ നിർദ്ദേശമെന്നും തരൂർ പറയുന്നു. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 10-40 വർഷമായിട്ടാണ് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസ് കെട്ടണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ കാരണത്തിന് ആ പ്രോജക്റ്റ് തടസ്സമായി, അല്ലെങ്കിൽ പ്രോജക്റ്റ് ലാപ്സായി പോയതായിരുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. 45 മീറ്റർ ആ ഭാഗത്തിൽ എടുക്കാനുള്ള തീരുമാനം പണ്ടേ ഉണ്ടായിരുന്നായിരുന്നു, ഭൂമി എടുത്തിട്ടുമുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കാലത്തിൽ റാമ്പ് കെട്ടി. അത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വലിയ കാണാൻ ഗുണമൊന്നുമില്ല, മെച്ചപ്പെട്ട വഴിയല്ല. പക്ഷെ എന്നാലും അതൊരു ടെമ്പററി സൊല്യൂഷനായിട്ട് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ റാമ്പ് അവിടെ ഉണ്ട്. പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്താണ് റാമ്പ് സ്ഥിതി ചെയ്യുന്നത്. റാമ്പ് പൊളിച്ചു മാറ്റി ഹൈവേ നിർമ്മാണം സുഗമമാക്കാനും വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനത്തിന് സ്ഥലം അനുവദിക്കാമെന്നും ഹൈവേ അതോറിറ്റി നൽകിയ പ്ലാനിൽ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് പ്രത്യേക സാഹചര്യത്തിൽ തങ്ങൾ കെട്ടിയ റാമ്പ് പൊളിക്കരുതെന്നാണ് ഇപ്പോൾ സർക്കാർ വാദിക്കുന്നത്. നാഷണൽ ഹൈവേൻ്റെ പ്ലാനിൽ ഈ റാമ്പിനെ പൊളിക്കാനായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെയായാൽ എല്ലാം കൂടി എളുപ്പത്തിൽ അവരുടെ റോഡും കൺസ്ട്രക്ഷൻ ചെയ്യുക, ഒരു ക്ലിയർ ഇൻ്റർസെക്ഷനോട് എയർപോർട്ടിൽ പോകാനുള്ള വഴിയും ഉണ്ടാക്കാം. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവർ കെട്ടിയ റാമ്പിനെ പൊളിക്കേണ്ട എന്നൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് വേറെ ഒരു കൗണ്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ആ റാമ്പിനെ കേടുവരുത്തി കളയാതിരുന്നിട്ട് വേറൊരു ഇൻ്റർസെക്ഷൻ ചെയ്യാൻ. റാമ്പ് പൊളിച്ചു മാറ്റാതെയുള്ള പുനഃക്രമീകരണം ചിലവ് അധികമാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നും ശശി തരൂർ ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ റാമ്പിനെ പൊളിച്ചിട്ട് ശരിക്കുള്ള റോഡ് കെട്ടുകയാണെങ്കിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാനത് ഉദ്യോഗസ്ഥന്മാർക്കാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അവരതിനെ പരിശോധിക്കുന്നു. കുറച്ചൊരു ചിലവുണ്ട് ഇതിൽ. അവരുടെ പ്ലാനിനെ മാറ്റിയിട്ടാണ് വേറൊരു ഇൻ്റർസെക്ഷൻ അവർക്ക് കെട്ടാൻ നിർബന്ധമുണ്ടാവുക, ഈ റാമ്പിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറിയൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് എല്ലാവരെയും അഭിപ്രായം എടുത്തിട്ടാണ് ഈ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഈ റാമ്പ് നിലനിർത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താൻ സർക്കാർ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിലാണ്. അരുൺ ജയകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.